ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അടുത്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മോഡ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അങ്ങനെ ഒരു റെപ്പറ്റീഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ മോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നിട്ടുള്ള ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 1ന് നമുക്ക് റെപ്പറ്റീഷൻ ഒന്നുമില്ല, 2ന് റെപ്പറ്റീഷൻ ഒന്നുമില്ല, 3നും റെപ്പറ്റീഷൻ ഒന്നുമില്ല, 4 3 തവണ വന്നിട്ടുണ്ട്, 5 എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 4 ആണ്. അപ്പോൾ മോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ്? 1 2 തവണയുണ്ട്, 2 2 തവണയുണ്ട്, 3യും 2 തവണയുണ്ട്, 4ഉം 2 തവണയുണ്ട്. അപ്പോൾ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒറ്റ ഒരു മോഡിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എംപിരിക്കൽ ഫോർമുല ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു? മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ. അതായത് തന്നിട്ടുള്ള ഡേറ്റയുടെ മീനും മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ മീഡിയൻ്റെ വാല്യൂ എത്രയാണ്? സെൻറ്ററിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ 1 2 3 4 5 6 7 8 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് 2 വാല്യൂസ് വരും അല്ലേ? ഈ 2 വാല്യൂസ് വരും, 2ഉം 3ഉം. അപ്പം മീഡിയൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 + 3 ഡിവൈഡഡ് ബൈ 2, അതായത് 5/2 which is equal to 2.5. ഇതാണ് മീഡിയൻ്റെ വാല്യൂ. അതുപോലെ തന്നെ മീൻ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറയുന്നത് സിഗ്മ x/n ആണ്. തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 3 2 4 6 6 12 12ഉം 4 16ഉം 4ഉം 20 നമുക്ക് ആൻസർ കിട്ടും. 20 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 8. 20/8. .5 ആണ് മീനിൻ്റെ വാല്യൂ. ഇനി നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2.5 മൈനസ് 2 ഇൻറ്റു 2.5. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 2.5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മോഡിൻ്റെ വാല്യൂ 2.5. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ മോഡായിട്ട് വിളിക്കുന്നത്. ഇവിടെ ഫ്രീക്വൻസികൾ ചെക്ക് ചെയ്യുക. അതിലേറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ്. ഇതിന് നേരെയുള്ള ഡേറ്റ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അപ്പം മോഡ് ഈസ് ഈക്വൽ ടു 30. ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റേനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. മോഡ് ഈസ് ഈക്വൽ ടു L1 പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഇതിൻ്റെ അകത്ത് L1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്, F1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, F0 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി, F2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി, H എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ. ഇനി മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഫ്രീക്വൻസിയിലെ മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 ആണ്. 30ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ മോഡൽ ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പം മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 60 ആണ് L1. L1ൻ്റെ വാല്യൂ 60. മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F1. F1 ഈസ് ഈക്വൽ ടു 30. മോഡൽ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയാണ് F0. അതായത് F0യുടെ വാല്യൂ 10.
മോഡൽ ക്ലാസ്സിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് F2. അപ്പോൾ F2ൻ്റെ വാല്യൂ 8. ഇനി മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് F1 മൈനസ് F0, അതായത് 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 30 മൈനസ് 10 മൈനസ് 8 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 ആണ് അല്ലേ? ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 60 പ്ലസ് 20 minus 10, sorry 30 minus 10, 20 divided by 60 minus 10 minus 8 into 10. എത്ര വരും? 60 plus 200 divided by 42. അതായത് 60 plus 4.6 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 64.6 എന്ന് നമുക്ക് മോഡിൻ്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.